ഹലോ ഫ്രണ്ട്സ്, മൈസെൽഫ് റോഷൻ തോമസ്. +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണോ നിങ്ങൾ എന്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓഫ് കോഴ്സ് കൊമേഴ്സ് സ്ട്രീമിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ കൊമേഴ്സ് ഫീൽഡിലുള്ള CA, CMA, CS, ACCA, CMA USA എന്നുള്ള കോഴ്സുകളുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ കോഴ്സ് റാദർ ദാൻ ഡിഗ്രി എടുക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് ബെറ്റർ എന്നുള്ളതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, നമ്മളൊരു കോഴ്സ് പഠിക്കുന്നു, ആ കോഴ്സിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഏണിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ജോലി നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്ന ജോലിക്ക് വളരെ ലോ ആയിട്ടുള്ള ഏണിങ്സ് ആയിരിക്കും കിട്ടുക. അതൊരു വലിയ പ്രശ്നമാണ്. സോ അവരെന്താണ്, ഈ പരീക്ഷ എഴുതിയവരോ അല്ലെങ്കിൽ പാസ്സായവരോ എഫേർട്ട് ഇടാനായിട്ടാണോ? ഒരിക്കലും അല്ല. അവർ എന്തെങ്കിലും ഇൻഫീരിയർ ആയ ഒരു ആൾക്കാരായിട്ടാണോ? അല്ല, അവർ ചൂസ് ചെയ്ത കോഴ്സിൻ്റെ കുഴപ്പമാണ്. സോ അങ്ങനൊരു തെറ്റ് വരാതിരിക്കാനാണ് +2 കഴിയുമ്പോഴേ നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുക എന്ന് പറയുന്നത്. ഈ പ്രൊഫഷണൽ കോഴ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ വോളണ്ടിയർലി തീരുമാനിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഏണിങ്സ് വരാതിരിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ അത്രയ്ക്ക് ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഞാൻ ഈ പറഞ്ഞ 5 കോഴ്സുകളും. 5 കോഴ്സുകളല്ല, ഇനിയുണ്ട് കോഴ്സുകൾ. ബട്ട് ആസ് ഓഫ് നൗ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കോഴ്സുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടാതിരിക്കുകയുള്ളൂ. ദാറ്റ് കൈൻഡ് ഓഫ് പവർ ഉണ്ട് ഈ പറയുന്ന കോഴ്സുകൾക്ക്. സോ ഒന്നാമത്തെ റീസൺ അതാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, അതായത് സാലറി. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് അത്യാവശ്യം ലക്ഷറിയസ് ആണ്, അല്ലെങ്കിൽ അത്യാവശ്യം ബെറ്റർ ലെവലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും മാത്രമുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു മണി നിങ്ങൾക്ക് ഏൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾക്കെല്ലാം അത്തരം ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് തരാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. അതാണ് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിദേശത്ത് വാല്യൂ ഉള്ള ഏതെങ്കിലും ഒരു കോഴ്സ് സ്പെസിഫിക്കലി പഠിക്കണം. അങ്ങനെ വിദേശത്ത് വാല്യൂ ഉള്ള ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ നാട്ടിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നാട്ടിൽ വന്നാൽ അങ്ങനെ ഒരു കോഴ്സിന് നാട്ടിൽ ചിലപ്പം വാല്യൂ ഉണ്ടാവണമെന്നില്ല. അപ്പം ഈ ഒരു കോഴ്സ് പഠിച്ചാൽ, അതായത് CA, CMA, CS, ACCA, CMA USA എന്നൊക്കെ പറയുന്ന കോഴ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നാട്ടിലും ജോലി ചെയ്യാം, വിദേശത്തും ജോലി ചെയ്യാം. സോ അങ്ങനെ നിങ്ങൾക്ക് ഗ്ലോബൽ റെക്കഗ്നീഷനാണ് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അടുത്തതായിട്ടുള്ളത് ജോബ് സെക്യൂരിറ്റിയാണ്. അതായത് ഒരു കാക്ക ഒരു ഉണക്കക്കമ്പിൽ പോയി ഇരിക്കുന്നത് ആ ഉണക്കക്കമ്പിൻ്റെ ബലത്തിലല്ല, അതിൻ്റെ ചിറകിൻ്റെ ബലത്തിലാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകുന്നത് ആ കമ്പനിയുടെ ബലത്തിലാവരുത്, നമ്മൾക്ക് ആ ക്യാപ്പബിലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കണം. സോ അങ്ങനത്തെ ഒരു ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് തരാനായിട്ട് ഈ കോഴ്സിന് സാധിക്കും എന്നുള്ളതാണ് ഈ പ്രൊഫഷണൽ കോഴ്സിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് ഗ്രോത്ത് ആണ്. അതായത് നിങ്ങളൊരു കമ്പനിയിൽ ഈ കോഴ്സുകളിൽ ഏതെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കയറി കഴിഞ്ഞാൽ മേ ബി കിട്ടാൻ പോകുന്നത് ഒരു 50,000 രൂപയോ അല്ലെങ്കിൽ പോട്ടെ ഒരു 1 lakh rupees ഒക്കെ ആയിരിക്കും മേ ബി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫസ്റ്റ്. എന്നാൽ ഈ 50,000 എന്നുള്ളത് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ആയിട്ട് കൂട്ടുന്ന ഒരു നിരക്കുണ്ടല്ലോ, റേറ്റ്, അത് വളരെയധികം ഫാസ്റ്റ് ആയിട്ടായിരിക്കും. സോ അതാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ആ മണിയുടെ ഒരു ക്യാപ്പബിലിറ്റിയെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നു. സോ ആ ഒരു കപ്പാസിറ്റി ഇതിനകത്തുണ്ട്. ഇത്രയധികം ബെനിഫിറ്റ്സ് നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആഗ്രഹം തോന്നുന്നില്ലേ, ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് 50,000 തൊട്ട് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം രൂപയൊക്കെ വന്ന് മേടിക്കണം എന്നുള്ളത്? ഇങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ മനസ്സിലാലോചിക്കുക, ഇതിന് കുറച്ച് റിസ്ക് ഉണ്ട്. ഇതെന്തുകൊണ്ട് റെപ്യൂട്ടഡ് കോഴ്സ് ആവുന്നു, എന്തുകൊണ്ട് ഹൈലി പെയ്ഡ് ആവുന്നു, എന്തുകൊണ്ട് ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഇതിലധികം ആൾക്കാർ ഇറങ്ങുന്നില്ല. എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇത് അത്യാവശ്യം ടഫാണ്. ടഫ് എന്നതിനർത്ഥം ഇംപോസിബിൾ ആണ് എന്നല്ല. സോ ആ ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് വരാം. ഈ കോഴ്സ് പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. സോ ഫോർ ദ ടൈം ബീങ്, നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.